ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓപ്പൺ മാപ്പിംഗ് എന്താണെന്ന് കണ്ടു. ഒരു ഓപ്പൺ യൂണിറ്റ് ബോർഡ് ലെമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലെമ്മ ഇതായിരുന്നു: എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ടി ഫ്രം എ ബെനാക് സ്പേസ് എക്സ് ഓൺ ടു എ ബെനാക് സ്പേസ് വൈ ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് the image T of B naught of the open unit board B naught contains an open board about 0 in capital Y. അപ്പോൾ അതായിരുന്നു ലെമ്മ. അപ്പോൾ അതിൽ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ലെമ്മ പ്രൂവ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് ക്ലോഷർ ഓഫ് ദി ഇമേജ് ഓഫ് ദ ഓപ്പൺ ബോർഡ് B1 കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോർഡ് B സ്റ്റാർ. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2-ൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് T of Bn ക്ലോഷർ കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോർഡ് ക്യാപിറ്റൽ Vn about 0 belongs to capital Y, where Bn equal to B of 0 2 raised to minus n subset of x. അപ്പോൾ അതാണ് സ്റ്റെപ്പ് 2-ൽ നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വി കൺസിഡർ സ്റ്റെപ്പ് 2. നമ്മൾ ലാസ്റ്റ് പ്രൂവ് ചെയ്തിരുന്നു B star minus y naught equal to B of 0 epsilon subset of T of B1 closure minus y naught. Here in step B, here we prove that B star minus y naught subset of T of B naught closure. B star minus y naught എന്ന് പറയുന്നത് T of B naught closureൻ്റെ ആ ബോൾ, ഓപ്പൺ ബോൾ എന്ന് പറയുന്നത് B star minus y naught is an open ball with a center 0 and radius epsilon. That open ball is contained in T of B naught closure. Okay. Where B naught is B of 0 1. അപ്പോൾ അതാണ് നമുക്ക് അടുത്തായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. സോ ദിസ് വിൽ പ്രൂവ് ബൈ ഷോയിങ് ദാറ്റ് T of B1 closure minus y naught subset of T of B naught closure. T of B1 closure minus y naught എന്ന് പറയുന്നത് T of B naught closureൻ്റെ സബ്സെറ്റ് ആണെന്ന് കാണിച്ചാൽ മതി. ഓൾറെഡി നമ്മൾ B star minus y naught എന്ന് പറയുന്നത് T of B1 closure minus y naughtiൻ്റെ സബ്സെറ്റ് ആണെന്ന് തൊട്ട് മുകളിൽ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ T of B1 ക്ലോഷർ മൈനസ് y naught എന്ന് പറയുന്നത് T of B naughtiൻ്റെ ക്ലോഷർ ആണെന്ന് കൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം B star minus y naught എന്ന് പറയുന്ന ഓപ്പൺ ബോൾ T of B naught ക്ലോഷറിൻ്റെ B naught ക്ലോഷറിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് T of B1 ക്ലോഷർ മൈനസ് y naught എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് T of B naught ക്ലോഷർ ആണെന്ന് കാണിച്ചാൽ മതി. So let y belongs to T of B1 closure minus y naught, and clearly y plus y naught belongs to T of B1 closure. Also y naught belongs to T of B1 closure. Already നമ്മൾ സ്റ്റെപ്പ് 1-ൽ നമ്മൾ പറഞ്ഞാണ് B of y naught minus epsilon subset of T of B1 closure. അതായത് y naught സെൻറ്റർ ആയിട്ടുള്ള റേഡിയസ് എപ്സിലോൺ ഉള്ള ഓപ്പൺ ബോൾ T of B1 closureൻ്റെ അകത്താണ് കിടക്കുന്നത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാണ്. ദാറ്റ് ഈസ് ആ ഓപ്പൺ ബോളിൻ്റെ സെൻറ്റർ ആണ് y naught എന്ന് പറയുന്നത്. സോ ക്ലിയർലി y naught എന്ന് പറയുന്നത് T of B1 ക്ലോഷറിലെ ഒരു എലമെൻറ്റ് തന്നെയാണ്. സോ ഓൾസോ y naught belongs to T of B1 ക്ലോഷർ. നമ്മൾ കണ്ടാണ് ക്ലോഷറിൽ എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമുക്ക് ആ സ്പേസിൽ ഫോം ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിൻസ് y plus y naught belongs to T of B1 ക്ലോഷർ in equation 1, clearly there exists a un equal to TWN that belongs to T of B1 such that un converges to y plus y naught. y plus y naughtiലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് T of B1-ൽ ഉണ്ടായിരിക്കും. അതിനെ ഞാൻ TWN എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു UN. ദാറ്റ് സീക്വൻസ് കൺവേർജസ് ടു y plus y naught. ക്ലിയർ ആണല്ലോ? വേർ WN belongs to B1. ഓക്കെ, ആൻഡ് സെക്കൻഡ് നമ്മൾ കണ്ടാണ് y naught എന്ന് പറയുന്നത് T of B1 ക്ലോഷറിലെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതേ റിസൾട്ട് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ y naughtiലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് T of B1-ൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Okay, also there exists a Vn, small vn ആണ്, small vn. There exists a Vn equal to Tzn in belongs to Tzn belongs to T of B1 belongs to T of B1 such that Vn approaches to y naught. ആ y naughtiലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് T of B1-ൽ ഉണ്ടായിരിക്കും. where Zn belongs to B1. Okay, ക്ലിയർ ആണല്ലോ? Now consider norm Wn minus Zn. That is less than or equal to non W1 plus norm Zn. W1 എന്ന് പറയുന്നത് B1-ലെയും Zn എന്ന് പറയുന്നത് B1-ലെ എലമെൻറ്റ്, രണ്ടും ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0 റേഡിയസ് 1/2 റേഡിയസ് 1/2 ആയിട്ടുള്ള ഓപ്പൺ ബോളിലെ B1 എന്ന് പറയുന്നത് B of 0 1/2 വരും. സോ ആ ഓപ്പൺ ബോളിലെ രണ്ട് എലമെൻറ്റ്സ് ആണ് Wn എന്ന് പറയുന്നത് Zn എന്ന് പറയുന്നത്. ടു മോളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1/2 പ്ലസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഇസ് നോൺ W1 മൈനസ് Zn സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് W1 മൈനസ് Zn ബിലോങ്സ് ടു B naught. ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0 റേഡിയസ് 1-ലായിരിക്കും W1 മൈനസ് Zn എന്ന് പറയും. ദാറ്റ് ഈസ് T of W1 മൈനസ് Zn എന്ന് പറയുന്നത് T of B naught-ലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, now consider T of W1 minus Zn, that is equal to TW1 minus Tzn since T is linear.
Twn is our un and Tzn is vn, so un minus vn. As n tends to infinity, T of wn minus Zn converges to T of wn minus Zn, that is equal to un minus vn. T of wn minus Zn is our un minus vn, so un minus vn approaches to un എന്ന് പറയുന്നത് y പ്ലസ് വൈ നോട്ടിലേക്കാണ് പോവുക. ആ n tends to infinity vn എന്ന് പറയുന്നത് y നോട്ടിലേക്കാണ് പോവുക. therefore un minus vn converges to y plus y naught minus y naught എന്ന് വരും, that is equal to y. so as n tends to infinity, T of wn minus Zn approaches to y. so that means ഇവിടെ T of wn minus Zn എന്ന് പറയുന്നത് T of b നോട്ടിലെ ഒരു സീക്വൻസ് ആയിരുന്നു. T of b നോട്ടിലെ ഒരു സീക്വൻസ് ആണ് T of wn minus Zn എന്ന് പറയുന്നത്. അത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് ആണ് y എന്ന് പറയുന്നത്. സോ ക്ലിയർലി y എന്ന് പറയുന്നത് T of b നോട്ട് ക്ലോഷറിലെ എലമെൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ, T of b നോട്ട് ക്ലോഷറിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ വി ഗെറ്റ് y ബിലോങ്സ് ടു T of b നോട്ട് ക്ലോഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം y ചൂസ് ചെയ്ത് T of b1 ക്ലോഷർ മൈനസ് y നോട്ടിലാണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? y എന്ന് പറയുന്നത് T of b നോട്ട് ക്ലോഷറിലുണ്ടെന്ന് കിട്ടി. therefore T of b1 ക്ലോഷർ മൈനസ് y നോട്ട് സബ്സെറ്റ് ഓഫ് T of b നോട്ട് ക്ലോഷർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞാണ് ബി സ്റ്റാർ മൈനസ് വൈ നോട്ട് എന്ന് പറയുന്നത് T of b1 ക്ലോഷർ മൈനസ് വൈ നോട്ടിൻ്റെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ ബോളാണ് ബി സ്റ്റാർ മൈനസ് വൈ നോട്ട്. ഇവിടെ നമുക്ക് കിട്ടി T of b1 ക്ലോഷർ മൈനസ് വൈ നോട്ട് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് T of b നോട്ട് ക്ലോഷർ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ ഓപ്പൺ ബോൾ എന്ന് പറയുന്നത് ഈ T of b നോട്ട് ക്ലോഷറിൻ്റെ അകത്തുള്ള ഒരു ഓപ്പൺ ബോൾ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ. സോ അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ഗെറ്റ് ബി സ്റ്റാർ മൈനസ് വൈ നോട്ട് സബ്സെറ്റ് ഓഫ് T of b നോട്ട് ക്ലോഷർ. Okay, so we get T of b1 closure minus y naught subset of T of b naught closure. therefore b star minus y naught is equal to b of 0 epsilon subset of T of b naught closure. T of b naught closure, that is equation number 2. clear ആണല്ലോ. ഇനി next we consider bn. which is equal to b of 0 1 by 2 raised to n or 2 raised to minus n subset of x. open ball with the center 0 and radius 2 raised to minus n. okay, that is bn. that is equal to 2 raised to minus n into b of 0 1 എന്ന് എഴുതാം. that is open 2 raised to minus n into b of 0 1, that is equal to 2 raised to minus n into b of 0 1 is our b naught. 2 raised to minus n into b naught, so we get bn is equal to 2 raised to minus n into b naught. therefore T of bn become T of 2 raised to minus n into b naught, that is equal to 2 raised to minus n into T of b naught. Now taking the closure, T of bn closure is equal to 2 raised to minus n into T of b naught closure. hence capital Vn, അവിടെയാണ് നമ്മൾ ക്യാപിറ്റൽ വി എൻ ആണ് യൂസ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ സീക്വൻസ് സ്മോൾ വി എൻ ആയിരുന്നു. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ദാറ്റ് ഇസ് സ്മോൾ വി എൻ. ഹിയർ വി കൺസിഡർ ക്യാപിറ്റൽ വി എൻ, ഓപ്പൺ ബോൾ. ക്യാപിറ്റൽ വി എൻ ഈസ് ഈക്വൽ ടു ബി ഓഫ് 0. നമ്മളതിന് ക്യാപിറ്റൽ വി എൻ ഈസ് ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് എപ്സിലോൺ ബൈ 2 raised to n. ദാറ്റ് ഇസ് അവർ ക്യാപിറ്റൽ വി എൻ, വിച്ച് ഇസ് ഈക്വൽ ടു 1 by 2 raised to n into b of 0 എപ്സിലോൺ. ക്ലിയർ ആണല്ലോ. ഇവിടെ ബി ഓഫ് 0 എപ്സിലോൺ. ബി ഓഫ് 0 എപ്സിലോൺ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2 തൊട്ട് മുകളിൽ നമ്മൾ ചോദിച്ചു T of b naught ക്ലോഷറിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ ബോളാണ് ബി ഓഫ് 0 എപ്സിലോൺ. സോ 1 by 2 raised to n into b of 0 എപ്സിലോൺ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് 1 by 2 raised to n into T of b naught ക്ലോഷർ എന്ന് വരും. 1 by 2 raised to n into T of b naught ക്ലോഷർ തൊട്ട് മുകളിൽ നമ്മൾ ചോദിച്ചു ദാറ്റ് ഇസ് അവർ T of bn ക്ലോഷർ. അതായിരുന്നു അത് T of bn ക്ലോഷർ ആയിരുന്നു. സോ വി ഗെറ്റ് vn സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ vn സബ്സെറ്റ് ഓഫ് T of bn ക്ലോഷർ എന്ന് വേണ്ടി. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 3. അതായിരുന്നു നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ റിസൾട്ടാണ്. അതിനുവേണ്ടി ഹിയർ വി പ്രൂവ് ദാറ്റ് v1 സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ v1 സബ്സെറ്റ് ഓഫ് b of 0 എപ്സിലോൺ ബൈ 2 സബ്സെറ്റ് ഓഫ് T of b naught. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്ന b naught എന്ന് പറയുന്ന ഓപ്പൺ ബോളിൻ്റെ ഇമേജ് എടുക്കുമ്പോൾ അതിനുള്ളിൽ ആ ഇമേജ് സെറ്റിൻ്റെ അകത്ത് ഒരു ഓപ്പൺ ബോളുണ്ട് വിത്ത് സെൻറ്റർ 0. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ലാസ്റ്റ് നമ്മുടെ റിസൾട്ട് അതായിരുന്നു നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പ്രൂവ് ചെയ്യുന്ന ഓപ്പൺ ബോൾ എന്ന് പറയുന്നത് v1 ആണ്. അതായത് 0 സെൻറ്റർ ആയിട്ട് എപ്സിലോൺ ബൈ 2 റേഡിയസ് ഉള്ള ഓപ്പൺ ബോൾ T of b നോട്ടിനകത്തുണ്ട് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് അവർ ക്യാപിറ്റൽ v1. സോ അപ്പോൾ അത് കാണിച്ചാൽ മതി, അത് പ്രൂവ് ചെയ്താൽ മതി, നമ്മുടെ റിസൾട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, ലെറ്റ് y ബിലോങ്സ് ടു ക്യാപിറ്റൽ v1. സോ in last equation, that is in equation 3, put n equal to 1, we get capital v1 equal subset of T of b1 closure. ഇവിടെ നമ്മൾ y ക്യാപിറ്റൽ v1 എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടിൽ നമുക്ക് പറയാം y എന്ന് പറയുന്നത് T of b1 ക്ലോഷർ ഉണ്ടായിരിക്കും. therefore T of b1 ക്ലോഷർ എലമെൻ്റ് ആണെങ്കിൽ അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ക്ലോഷർ എലമെൻ്റ് ആണെങ്കിൽ by using the definition of closure, clearly there exists an element v
belongs to T of B1 such that norm y minus v less than epsilon by 4. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലോഷറിലെ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ എലമെൻറ്റിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് എപ്സിലോൺ ബൈ 4 റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ വരച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഓപ്പൺ ബോളിൻ്റെ അകത്ത് ടി ഓഫ് B1 എലമെൻറ്റ് ഉണ്ടായിരിക്കും, ക്ലോഷറിൻ്റെ കണ്ടീഷൻ. സോ അതിനെ നമ്മൾ വി എന്ന് വിളിച്ചു. സോ നോം വൈ മൈനസ് വി ലെസ് ദാൻ എപ്സിലോൺ ബൈ 4, ദാറ്റ് ഈസ് എപ്സിലോൺ ബൈ 2 സ്ക്വയർ. സോ നോം വൈ മൈനസ് വി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 സ്ക്വയർ. സിൻസ് വി ബിലോങ്സ് ടു ടി ഓഫ് B1, small v belongs to T of B1, v is equal to some Tx1 form where x1 belongs to B1. Clear ആണല്ലോ? Okay, so we get norm y minus Tx1 which is strictly less than epsilon by 2 square. So that means y minus Tx1 എന്ന് പറയുന്നത് lies in the open ball with the center 0, radius epsilon by 2 square. Clear ആണല്ലോ? Since norm y minus Tx1 less than epsilon by 2 square, y minus Tx1 belongs to capital V2, open ball with the center 0 and radius epsilon by 2 square. Okay, similarly for n equal to 2, ഇതേ രീതി ഇപ്പോൾ നമ്മൾ n equal to 1 ചെയ്ത ഇതേ കാര്യങ്ങൾ നെക്സ്റ്റ് വി കൺസിഡർ ഫോർ n equal to 2. For n equal to 2 from equation 3, we get V2 subset of T of B2 closure, and that implies y minus Tx1 belongs to, already നമുക്ക് കിട്ടുന്ന y minus Tx1 V2 11 ആണ്. V2 is B of 0 epsilon by 2 square. That belongs to T of B2 closure. Y minus Tx1 belongs to capital V2 which is equal to B of 0 epsilon by 2 square. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റീസൺ പറയാം. അവിടെ അതായത് y minus Tx1 V2 ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, Tx1 V2 ആണ്. ഇവിടെ V2 സബ്സെറ്റ് ഓഫ് T of B2 ക്ലോഷർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് y minus Tx1 belongs to T of B2 ക്ലോഷർ എന്ന് എഴുതാം. y minus Tx1 belongs to T of B2 ക്ലോഷർ. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് കൂടി എഴുതുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ക്ലോഷറിലുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോഷറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് y minus Tx1 സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു എപ്സിലോൺ ബൈ 2 ക്യൂബ് റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ എപ്സിലോൺ ബൈ 2 സ്ക്വയർ റേഡിയസ് ഉള്ളായിരുന്നു. സോ നെക്സ്റ്റ് വീക്ക് കൺസിഡർ എപ്സിലോൺ ബൈ 2 ക്യൂബ് റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പൺ ബോളിൻ്റെ അകത്ത് ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും, V2 ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. T of B2 ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? T of B2 ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. നമ്മളതിനെ Tx2 എന്ന് വിളിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? Tx2 എന്ന് വിളിക്കുകയാണ്. That means there exists an element x2 belongs to B2 such that y minus Tx1 minus Tx2 strictly less than epsilon by 2 cube. Clear ആണല്ലോ? That is therefore y minus Tx1 minus Tx2 എന്ന് പറയുന്ന ഇവിടുത്തെ എലമെൻ്റ് ആയിരിക്കും ക്യാപിറ്റൽ V3 എലമെൻ്റ്, ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0 റേഡിയസ് എപ്സിലോൺ ബൈ 2 ക്യൂബിൽ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫോർ n equal to 3 ഇതേ രീതി ഇനി അടുത്ത് ഫോർ n equal to 3 കൺസിഡർ ചെയ്യാം. സോ V3 സബ്സെറ്റ് ഓഫ് T of B3 ക്ലോഷർ. ഓൾറെഡി നമുക്ക് y minus Tx1 minus Tx2 എന്ന് പറയുന്നത് V3 എലമെൻ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ബൈ ദിസ് കണ്ടീഷൻ നമുക്ക് പറയാം y minus Tx1 minus Tx2 എന്ന് പറയുന്നത് T of B3 ക്ലോഷർ എലമെൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് എഴുതി വെക്കാം, ബിലോങ്സ് ടു T of B3 ക്ലോഷർ. അപ്പോൾ T of B3 ക്ലോഷർ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ക്ലോഷറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് there exists an element Tx3 belongs to T of B3 such that norm y minus Tx1 minus Tx2 minus Tx3 which is strictly less than എതെടുത്താൽ മതി epsilon by 2 raised to 4. epsilon by 2 raised to 4 റേഡിയസ് ആണ് അടുത്തായിട്ട് എടുക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലോഷറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ക്ലോഷർ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് റേഡിയസുള്ള ഓപ്പൺ ബോൾ അതിനെ സെൻറ്റർ ആക്കിയിട്ട് ഏത് റേഡിയസുള്ള ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിൽ ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത് എടുക്കുന്ന epsilon by 2 raised to 4 റേഡിയസുള്ള y minus Tx1 minus Tx2 സെൻറ്റർ ആക്കിക്കൊണ്ട് epsilon by 2 raised to 4 റേഡിയസുള്ള ഓപ്പൺ ബോൾ എടുക്കുകയാണ്. സോ അത് T of y minus Tx1 minus Tx2 T of B3 ക്ലോഷർ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ ബോളിനകത്ത് ഉറപ്പായിട്ടും T of B3 ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. ആ എലമെൻറ്റിന് ഞാൻ Tx3 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Tx3 ക്ലിയർ ആണല്ലോ? നേരത്തെ നമ്മൾ Tx2 ആയിരുന്നു തൊട്ട് മുമ്പ് പറഞ്ഞപ്പോൾ. ഓക്കെ, ഹിയർ വി കൺസിഡർ Tx3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോം y minus Tx1 minus Tx2 minus Tx3 എന്ന് പറയുന്നത് epsilon which is strictly less than epsilon by 2 raised to 4 എന്ന് കിട്ടി. That means y minus Tx1 minus Tx2 minus Tx3 belongs to capital V4, open ball with the center 0 radius epsilon by 2 raised to 4 ഉണ്ടെന്ന് കിട്ടി. ഇതിങ്ങനെ തുടർന്ന് പോവുക. നമ്മൾ അടുത്ത n equal to 4 n equal to 5 കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ ഇൻ ദിസ് വേ. In this step we can choose an element xn belongs to capital Bn. Capital Bn ആണ്. Bn belongs to capital Bn such that norm y minus Tx1 minus Tx2 etc minus Txn which is strictly less than epsilon by എടുത്ത് എഴുതുക epsilon by 2 raised to n plus 1 എടുക്കുക അല്ലേ. n equal to 3 ആകുമ്പോൾ നമ്മൾ epsilon by 2 raised to 4 ആയിരുന്നു. n equal to 2 ആയിരുന്നു epsilon by 2 ക്യൂബ് ആയിരുന്നു. സോ ഫോർ n we consider epsilon by 2 raised to n plus 1. ക്ലിയർ ആണല്ലോ? ഓക്കെ,
So that is norm y minus sigma k equal to 1 to n txk, which is strictly less than epsilon by 2 raised to n plus 1. Then next we let zn is equal to, ഇപ്പോൾ ഇവിടെ നമുക്ക് x1 മുതൽ xn വരെയുള്ള എലമെൻറ്റ്സ് കിട്ടി. x1 b1 എലമെൻ്റ് ആണ്, x2 b2 എലമെൻ്റ് ആണ്, എക്സെട്ര xn എന്ന് പറയുന്നത് bn എലമെൻ്റ് ആണ്. So next we consider zn is equal to x1 plus x2 plus etc xn. So clearly that belongs to capital X. Since xk belongs to bk, for each k xk belongs to bk, norm xk which is strictly less than 1 by 2 raised to k. Okay, clear ആണല്ലോ. bk എന്ന് പറയുന്നത് ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0 റേഡിയസ് എപ്സിലോൺ, റേഡിയസ് 1 by 2 raised to k ആണ്. So norm xk which is strictly less than 1 by 2 raised to k ആണ്. Okay, so for n greater than m we consider, for n greater than m we consider norm zn minus zm which is equal to zn എന്നാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. zm എന്താണെന്ന് അറിയാം, n greater than m ആയതുകൊണ്ട് തന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് which is equal to norm xm plus 1 xm plus 2 etc xn വരെ കിട്ടും. which is less than or equal to norm xn plus 1 norm xm plus 2 etc norm xn കിട്ടും. which is less than or equal to sigma which is equal to, which is less than or equal to sigma k equal to m plus 1 to n norm xk. norm xk less than 1 by 2 raised to k ആണ്. So that is strictly less than sigma k equal to m plus 1 to n 1 by 2 raised to k, which is strictly less than sigma k equal to m plus 1 to infinity 1 by 2 raised to k. Then m ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, k ക്ക് വേരിയേഷൻ അപ്ലൈ ചെയ്യുക. then 1 by 2 raised to m plus 1 ഔട്ട്സൈഡ് എടുത്ത് ചെയ്യും, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we get that is equal to 1 by 2 raised to m എന്ന് കിട്ടും. ആ സമ്മ് as m tends to infinity that approaches to 0. that is as m tends to infinity, n greater than m ആണ്, as m tends to infinity so n also tends to infinity since n greater than m. Okay, so as nm tends to infinity we get norm zn minus znm tends to 0. Okay, therefore sequence zn is a Cauchy sequence in capital X. z എന്ന് പറയുന്നത് എക്സിലെ ഒരു സീക്വൻസ് ആയിരുന്നു. സോ വി ഗെറ്റ് ബൈ ദിസ് കണ്ടീഷൻ വി ഗെറ്റ് സീക്വൻസ് zn is a Cauchy sequence in capital X. ഇനി x എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്പേസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ Cauchy sequence അതിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിലേക്ക് തന്നെ കൺവേർജ്. സോ zn converges in X, that means zn approaches to an element X belongs to capital X. Next we consider norm x which is equal to norm limit n tends to infinity zn, that is equal to norm limit n tends to infinity zn is summation k equal to 1 to n xk. As n tends to infinity that is equal to norm sigma k equal to 1 to infinity xk, which is less than or equal to sigma k equal to 1 to infinity norm xk, which is less than sigma k equal to 1 to infinity 1 by 2 raised to k, which is equal to 1. That sum is 1. So we get norm x less than 1, that is x belongs to an open ball with the center 0 and radius 1. Okay, so we get x belongs to b naught, that is open ball with the center 0 and radius 1. So since t is continuous and zn belongs to capital X, we get t zn converges to tx. Okay, since t is continuous, then so we get t zn converges to tx. Then from the previous equation we get t x is norm y minus t zn, norm y minus t zn, that is less than epsilon by 2 raised to n plus 1. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു, അതായത് norm y minus, that is equation number 4, equation number 4. Equation number 4 ൽ norm y minus sigma k equal to 1 to n txk which is strictly less than epsilon by 2 raised to n plus 1 എന്നുള്ളതാണ് ഇക്വേഷൻ നമ്പർ 4 വരിക. ഓക്കെ, സോ ഇവിടെ norm y minus t zn less than epsilon by 2 raised to n plus 1 t zn sigma k equal to 1 to n t xk എന്ന് പറയുന്നത് that is our t zn, right? t zn is sigma k equal to 1 to n t xk. zn is x1 plus 2 x2 plus etc xn, therefore t zn become tx1 plus 2x2 plus etc txn, that is sigma k equal to 1 to n txk is our t zn. So from equation 4 we get norm t y minus t zn less than epsilon by 2 raised to n plus 1, that is we get t zn approaches to y as n tends to infinity. Then already equation 5 ൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു t zn converges to tx ആയിരുന്നു. So from 5 and 6 we get y equal to tx, unique limit ആണ്. So y equal to tx. Then tx എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് b നോട്ടിലെ എലമെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ടി എക്സ് എന്ന് പറയുന്നത് ടി ഓഫ് ബി നോട്ടിലെ എലമെൻ്റ് ആണ്. therefore we get y ടി എക്സോട് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം y എന്ന് പറയുന്നത് ടി ഓഫ് ബി നോട്ടിലെ എലമെൻ്റ് ആണ്. സോ ഓൾറെഡി നമ്മൾ y ചൂസ് ചെയ്തത്
ക്യാപിറ്റൽ V1 നമ്മൾ y ചൂസ് ചെയ്ത് ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0 റേഡിയസ് ε/2. ആ ഓപ്പൺ ബോളിൻ്റെ എലമെൻ്റ് ആയിരുന്നു y എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കിട്ടി? ആ y എന്ന് പറയുന്നത് T ഓഫ് B0 കിട്ടി. ദാറ്റ് മീൻസ് B0 ε/2 എന്ന് പറയുന്ന ഓപ്പൺ ബോൾ T ഓഫ് B0 അകത്താണ്, അല്ലെങ്കിൽ T ഓഫ് B0 കണ്ടെയ്ൻ ചെയ്തിരിക്കുകയാണ് ഒരു ഓപ്പൺ ബോൾ. അതായത് നമുക്ക് വേണ്ടത് ഇതേ ഉള്ളായിരുന്നു. T ഓഫ് B0 എന്ന് പറയുന്ന ഇമേജ് സെറ്റ് എടുക്കുമ്പോൾ, B0 ഇമേജ് സെറ്റ് എടുക്കുമ്പോൾ ആ ഇമേജ് സെറ്റിൻ്റെ അകത്ത് ഒരു ഓപ്പൺ ബോൾ ഉണ്ടെന്ന് കാണിക്കണം വിത്ത് സെൻറ്റർ 0 ആയിട്ടൊരു ഓപ്പൺ ബോൾ T ഓഫ് B0 ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അതാണ് നമ്മൾ V1 എന്ന് പറയുന്ന ഓപ്പൺ ബോൾ. അത് നമുക്ക് T ഓഫ് B0 ഉണ്ടെന്ന് കിട്ടി. സോ നമ്മുടെ കണ്ടീഷൻ നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇത്തരത്തിലൊരു ഓപ്പൺ ബോൾ നമുക്ക് കിട്ടി, സെൻറ്റർ 0 ആയിട്ടുള്ള ഒരു ഓപ്പൺ ബോൾ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതായിരുന്നു ആ ഒരു റിസൾട്ട് പറയുക, ലെമ്മ പറയുന്നത്. ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്ത തിയറം അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലെമ്മയാണ്. അപ്പോൾ നിങ്ങൾ ഈ തിയറത്തിൽ സ്റ്റെപ്പ് പ്രൂഫ് വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ഈ ലെമ്മ പ്രൂവ് ചെയ്താണ് നമ്മൾ ആ തിയറം പ്രൂഫ് അറിയുക. അപ്പോൾ അതുകൊണ്ട് ലെമ്മ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പം അവിടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അത് എഴുതി തന്നെ പഠിച്ചു പോവുക.